ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സ്ട്രീംസ് ഓഫ് ലൈഫിൻ്റെ പ്രഭാത ചിന്തയിലേക്ക് എല്ലാവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ഒന്നിച്ചുള്ള ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം 103 സങ്കീർത്തനം 3 വാക്യം. അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. ചെറുപ്പത്തിലെ മന്ദരോഗം ബാധിച്ച് കാലുകൾ വികലമായ ഒരു യുവാവ് ഒരു സമ്പന്ന ഭവനത്തിലുണ്ടായിരുന്നു. ഈ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ അക്കാലത്ത് ലഭ്യമായിരുന്നില്ല. ഇത് അവനെയും കുടുംബാംഗങ്ങളെയും വല്ലാതെ അലട്ടി. ഇത്തരം രോഗങ്ങൾ സുഖമാക്കുന്ന ഒരു ഡോക്ടറെക്കുറിച്ച് ഒരിക്കൽ ഒരാൾ ഈ യുവാവിനോട് പറഞ്ഞു. ആ ഡോക്ടറുടെ അടുക്കൽ എത്തണമെങ്കിൽ വളരെ ദൂരം യാത്ര ചെയ്യണം എന്നതിനാൽ അവൻ്റെ മാതാപിതാക്കൾക്ക് അത് സാധിക്കുമായിരുന്നില്ല. അവർ ഒരു കുടുംബ സുഹൃത്തിനോടൊപ്പം യുവാവിനെ ചികിത്സയ്ക്കായി അയച്ചു. ചില മാസങ്ങൾക്ക് ശേഷം പരിപൂർണ സൗഖ്യം പ്രാപിച്ച യുവാവ് സന്തോഷത്തോടെ താൻ മടങ്ങിയെത്തുന്ന വിവരം കുടുംബാംഗങ്ങളെ അറിയിച്ചു. മടങ്ങിയെത്തുന്ന ദിവസം അവനെ സ്വീകരിക്കാൻ അവൻ്റെ മാതാവ് റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ട്രെയിൻ വന്ന് നിന്നപ്പോൾ അതിൽ നിന്ന് ഇറങ്ങിയ യുവാവ് ഉത്സാഹത്തോടെ അമ്മയുടെ അടുത്തേക്ക് ഓടിയെത്തി. അമ്മേ, എനിക്ക് സൗഖ്യം കിട്ടി, അവൻ അമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. അത് വിശ്വസിക്കാനാകാതെ മാതാവ് അവൻ്റെ വായ് പൊത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, വേണ്ട വേണ്ട, നിനക്ക് സൗഖ്യം കിട്ടിയെങ്കിൽ അത് അമ്മയ്ക്ക് നേരിട്ട് കാണണം. നീ ഈ പ്ലാറ്റ്ഫോമിലൂടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ 5 പ്രാവശ്യം ഓടണം. അത് കഴിഞ്ഞ് അമ്മ വിശ്വസിക്കാം. അമ്മയുടെ വാക്കനുസരിച്ച് അവൻ പ്ലാറ്റ്ഫോമിലൂടെ പല പ്രാവശ്യം ഓടി. അതിനുശേഷം അവൻ അമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മേ, ഈ അത്ഭുതം എന്നിൽ ചെയ്ത ഡോക്ടറെയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെയും നേരിട്ട് കണ്ടെങ്കിലേ അമ്മയ്ക്ക് വിശ്വാസവും സംതൃപ്തിയും ഉണ്ടാകും. അദ്ദേഹം ഈ ലോകത്തിലെ ഏറ്റവും നല്ല ഡോക്ടറാണ്. നീ പറയുന്ന ഡോക്ടറുടെ പേരെന്താ? അമ്മ അവനോട് ചോദിച്ചു. യുവാവ് ഉത്സാഹത്തോടെ പറഞ്ഞു, യേശുക്രിസ്തുവാണ് എന്നെ സൗഖ്യമാക്കിയത്. ആ വലിയ ഡോക്ടറെ അമ്മ അറിയണമെന്നതായിരുന്നു അവൻ്റെ ആഗ്രഹം. ക്രിസ്ത്യാനികളായ നമുക്ക് യേശു എത്ര നല്ല സ്നേഹിതനും സഹായകനുമാണ്. പ്രിയപ്പെട്ടവരെ, ആപത്ത് ഘട്ടങ്ങളിൽ കരം പിടിച്ചുയർത്തുന്നവനാണവൻ. ആ യുവാവിനെ പോലെ നമ്മുടെ ജീവിതത്തിലും അത്ഭുതം പ്രവർത്തിച്ച യേശുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ സംതൃപ്തി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ അതിനെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ലഭിച്ച വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. അങ്ങയിൽ ലഭിക്കുന്നതായിട്ടുള്ള നന്മകൾ മറ്റുള്ളവരുമായി പങ്കുവെച്ച് കർത്താവെ, അങ്ങയുടെ മഹത്വം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാൻ ഞങ്ങളുടെ ഓരോ ദിവസത്തെയും ജീവിതത്തെ അവിടുന്ന് സഹായിക്കണമേ. വചനത്താൽ ഞങ്ങളെ ധന്യരാക്കിയതിനായി സ്തോത്രം. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.